സർവേ എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമല്ല കുറച്ച് കാലമായിട്ട് പ്രത്യേക രീതിയിൽ വരാറുണ്ടല്ലോ. അതൊരു പുതിയ കാര്യമല്ല. സാധാരണ പെയ്ഡ് ന്യൂസ് എന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില സർവേകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ചില മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുക്കാറുണ്ടല്ലോ. അതിൽ മലയാള മനോരമയാണ് വല്ലാതെ പ്രയാസപ്പെടൽ എന്നത്, അധ്വാനിക്കൽ എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അതിൽ അർദ്ധസത്യങ്ങളും അതിശയോക്തികളും നിരന്തരം പ്രചരിപ്പിക്കുക, അങ്ങനെ വായനക്കാരെ നല്ലതുപോലെ തെറ്റിദ്ധരിപ്പിക്കുക. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷത്തിനു വേണ്ടി പത്രത്തിൻ്റെ 3/4 ഭാഗം മാറ്റിവെക്കുക, ഇതൊക്കെയാണല്ലോ ആ പത്രം സാധാരണ ചെയ്യാറുള്ളത്. ആ പത്രം തുറന്നു നോക്കിയാൽ സംസ്ഥാനത്ത് 2 മുന്നണികളെ മത്സരിക്കുന്നുള്ളൂ എന്ന് തോന്നും. ഈ LDFനെ അതിൻ്റെ വാർത്തകൾ നല്ല തോതിൽ തമസ്കരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും. ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിലുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, ഇടതുപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളുണ്ട്. അതെല്ലാം അപ്പാടെ തമസ്കരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പോയി ഏകദേശം അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ കാര്യത്തിൽ ഇത്തവണ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് വന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ ആ വാർത്ത, അതിൻ്റെ തലക്കെട്ട് മലയാള മനോരമയുടെ ആ വാർത്ത കൊടുക്കുന്നതിൻ്റെ മികവ് എങ്ങനെയാണ് കാണിച്ചത്? മോദിയെ എതിർക്കൂ, പിണറായിയോട് രാഹുൽ. എന്താ അതിൻ്റെ സന്ദേശം? അതായത് മോദിയെ എതിർക്കുന്നേയില്ല. ഇതാണ് ആ വാർത്തയിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ മലയാള മനോരമ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്തരമൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്തത് എന്താ? എൻ്റെ പ്രസംഗത്തിലുണ്ടാകുന്ന അത്തരം ആശയങ്ങൾ അത് മുഴുവൻ അങ്ങോട്ട് തമസ്കരിക്കുക. അതാണല്ലോ ചെയ്തു വരുന്നത്. RSSനോടും അതിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരോടും ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ദീർഘകാലമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കറിയാവുന്നതാണ്. ആ കാര്യം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും മനോരമയുടെയും ശുപാർശ ആവശ്യമില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്.